ഷാഹിദ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാടനായിട്ടുള്ള ഒരു പലഹാരമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അവലോസുണ്ട. എല്ലാവർക്കും ഇഷ്ടമുള്ളതും എല്ലാവരും കഴിച്ചിട്ടുള്ളതുമാണ്. ഇന്നൊരു അവലോസ് പൊടി ഉണ്ടാക്കുന്നതും ആ പൊടി വെച്ച് ഉണ്ട ഉണ്ടാക്കുന്നതാണ് കാണാൻ പോകുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ളത് തീർച്ചയാണ്. ഞങ്ങളിവിടെ സ്ഥിരം ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ്. പണ്ടുള്ള അമ്മമാരുടെ സ്പെഷ്യൽ റെസിപ്പിയാണത്. തീർച്ചയായിട്ടും വന്നിത് കാണണം. കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും എല്ലാം അയച്ചു കൊടുക്കണം. ഷെയർ ചെയ്താൽ മാത്രമേ എനിക്ക് മറ്റുള്ളവരുടെ അടുത്തൊക്കെ എൻ്റെ വീഡിയോ പോവുകയുള്ളൂ. എന്നാലേ എനിക്ക് ഇതുപോലെയുള്ള വീഡിയോ ഒക്കെ കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിത് ഒരു അര കിലോ പച്ചരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അവലോസ് പൊടി ഉണ്ടാക്കാൻ. അത് നല്ലപോലെ കഴുകി എടുത്ത് 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിയ ശേഷം വാരി വെച്ചതാണിത്. നമുക്ക് പൊടിച്ചെടുക്കുമ്പോൾ നല്ല തരിയോടുകൂടി വേണം പൊടിച്ചെടുക്കാൻ. അരി കൂടുതലാണെന്ന് തോന്നിയാൽ നമ്മൾ അരിപ്പയിൽ അരിച്ചെടുത്ത് പുട്ടിനേക്കാളും കുറച്ചും കൂടി നേർമയായിട്ട് വേണം അരിച്ചെടുക്കാൻ. നല്ല തരിയായിട്ട് നേരിയ തരിയാണ് ഉള്ളതെങ്കിൽ റവ പരുവാണെങ്കിൽ അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് അതൊരു മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. രണ്ട് പ്രാവശ്യമായിട്ടിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്തത് നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ മാവിൽ ഒരു ചെറിയ തേങ്ങ തിരുവി വെച്ചത് ഇത്രയുണ്ട്. ഒരു 1/2 കിലോ മാവായതുകൊണ്ട് ഇത്രയും തേങ്ങ മതി. കൂടുതൽ അരിയാണെങ്കിൽ അതിൽ കൂടുതൽ എടുക്കണം. ഇതിട്ട് നല്ലപോലെ വരവി എടുക്കണം. അരിയും ഇതും കൂടി നല്ലപോലെ ചേർന്ന് കിട്ടുന്ന രീതിയിൽ നല്ലപോലെ കുഴച്ചതിന് ശേഷം ഒന്ന് തട്ടി ഇതുപോലെ ആക്കി ഒരു ഇച്ചിരി നേരം അരമണിക്കൂർ 10-20 മിനിറ്റ് വെച്ചേക്കണം. അപ്പോൾ ഇത് വെച്ചിട്ട് അരമണിക്കൂറായിട്ടുണ്ട്. ഇനി അടുപ്പ് കത്തിച്ച് നമുക്ക് നല്ലപോലെ വറുത്തെടുക്കാം. ഗ്യാസ് അടുപ്പ് കത്തിച്ച് ആദ്യം തീ കുറച്ച് വെച്ചതിന് ശേഷം നല്ലപോലെ വറുത്തെടുക്കാം. പിന്നെ പരുവാകുമ്പോൾ ഞാൻ കാണിക്കാം. ഇത് കുറച്ചധികം നേരം ഇട്ട് വറുക്കേണ്ട കാര്യമാണ്. പണ്ടൊക്കെ സ്കൂളിൽ പോയി വരുന്ന കുട്ടികൾക്ക് അമ്മമാർ ഇതൊക്കെയാണ് വറുത്ത്. ഞാൻ എൻ്റെ കൊച്ചുങ്ങൾക്ക് അവലോസ് പൊടിയൊക്കെ വറുത്ത് വെച്ച് കൊടുക്കുമായിരുന്നു. പഴം വെച്ച് കുഴച്ച് അവർ കഴിക്കും. എല്ലാവരും അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം അല്ലേ ബേക്കറി പലഹാരമൊക്കെ മേടിച്ചു കൊടുക്കണം. പണ്ടുള്ള അമ്മമാർ ഇങ്ങനെയൊക്കെയാണ് ചെയ്തു കൊടുക്കുന്നത്. ആരെങ്കിലും ഗസ്റ്റ് വന്നാലും ഇത് തന്നെ വെച്ച് പഴവും അവലോസ് പൊടിയൊക്കെ വെച്ച് ചായയൊക്കെ ആയിട്ട് വെച്ച് കൊടുക്കും. ഇപ്പം ആ തരമൊന്നും പറ്റൂലല്ലോ. ഇപ്പം കാലം മാറി. നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനിയാണ് ആ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് കാണിച്ചു തരാൻ പോകുന്നത്. കുറച്ച് ഉപ്പ്, ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. നമ്മളിത് വറുത്ത് കഴിഞ്ഞ് ചൂടാറി കഴിയുമ്പം അവലോസ് പൊടിയായിട്ട് കഴിക്കണമെങ്കിൽ ഇച്ചിരി പഞ്ചസാര ഇട്ട് ഒരു പാളയത്തോടും പഴവും കൂടി ഇട്ട് കുഴച്ച് തിന്നാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇത് അവലോസ് ഉണ്ടാക്കാൻ വേണ്ടി ഇതുകൊണ്ട് തന്നെയാണ് അടുത്ത റെസിപ്പിയിൽ കാണിക്കാം. ഇത് ഇത്രയും അവലോസ് പൊടിയുടെ റെസിപ്പിയാണ് ഞങ്ങൾ ഇതെല്ലാവരും കണ്ട്. ഇത് എത്ര നേരം ഞാനിത് വറുക്കാൻ എനിക്ക് സമയം എടുത്തെന്ന് കമൻറ്റിലൂടെ അറിയിക്കണം. ഇത് എത്ര പേര് ഉണ്ടാക്കിയിട്ടുണ്ട്, ആരൊക്കെ കഴിച്ചിട്ടുണ്ട് എന്ന് കമൻറ്റിലൂടെ അറിയിക്കണേ. അടുപ്പ് ഓഫ് ചെയ്യും.
ഇത് മഴക്കാലത്ത് ചെയ്ത് വെക്കണതും നല്ലതാണ്, മഴ സമയത്ത് തിന്നാനൊക്കെ. ഇനി ഒരു നല്ല റെസിപ്പി ആയിട്ട് വരുന്നത് വരെ ബായ്.